जरा तकराए वो दिल डूबा जाए आजा प्यारे प्यास हमारे खाए घबराए खाए घबराए. അയാൾ പാടുകയാണ്, ജീവിതത്തിന്റെ താളങ്ങൾ കൈവിട്ടുപോയ ഒരു നീണ്ട കാലത്തിൽ നിന്നും തിരിച്ചുവരവിന്റെ സ്വപ്നങ്ങൾ തേടി മനസ്സ് നിറഞ്ഞു പാടുന്നു. യൗവനവും ചെറുപ്പവും കാലം നിറഞ്ഞാടിയ വലിയ ലോകം ഓർമ്മകളിൽ പോലും തത്തിക്കളിക്കാൻ കഴിയാത്ത വിധം മനസ്സും ശരീരവും തളർന്ന ഈ പാട്ടുകാരന്റെ വീരജീവിതം പക്ഷേ ലോകം ഓർക്കുന്നുണ്ട് വളരെ നന്നായി. വിനോദ് കാംബ്ലി ഒരു ചെറിയ ആളല്ല. ആയിരങ്ങളുടെ ആരവങ്ങളെ ആർത്തിരമ്പുന്ന ആവേശത്തിരയായി ഉയർത്തിയ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ. ഇന്ന് വിനോദ് തിരിച്ചു വരാൻ വെമ്പുന്നത് കളിക്കളത്തിലെ ആ പഴയ ആരവങ്ങളിലേക്ക് പോലുമല്ല. പക്ഷേ തളർന്നു വീണ ശരീരവും തകർന്ന മനസ്സും താണ്ടി നീങ്ങിയ വിഷാദവും കൈവിട്ടു പോകുമെന്ന് ഭയക്കുന്ന ജീവനും ജീവിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ലോകം ഓർക്കുന്നുണ്ട്. ഒരാളുടെ പതനവും ദുരന്തമായി മാറിയ ഒരു ജീവിതവും. സച്ചിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന വിശേഷണം മാത്രമാകില്ല കാംബ്ലിയെക്കുറിച്ച് എഴുതി വയ്ക്കാൻ. അതുക്കുമപ്പുറമാണ് ഇയാൾ ക്രീസിൽ ആടിത്തകർത്ത ക്രിക്കറ്റ് ജീവിതം. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നതിനേക്കാളും വലിയ സ്വപ്നങ്ങളിലേക്കാണ് കാംബ്ലി ഓടിക്കയറിയത്. പിന്നെ എല്ലാം ശൂന്യമാകും വിധം ഒരു പതനവും. കാംബ്ലി തളർന്ന് തകർന്ന് നിലം തൊട്ടു പൊടുന്നനെ. 52-കാരനായ കാംബ്ലി ഹൃദയാഘാതവും തലച്ചോറിലെ കോശങ്ങൾ നശിച്ച ഓർമ്മയും ബോധവും നഷ്ടപ്പെട്ട കിടക്കയിലാണിന്നിപ്പോൾ. കാംബ്ലി ജീവിതത്തിൽ തലകുത്തി വീഴുമ്പോഴും ലോകം ഉയർത്തിപ്പിടിച്ച അയാളുടെ വലിയ നേട്ടങ്ങളുണ്ട് പലത്. ക്രിക്കറ്റ് ജീവിതത്തിൽ ഒരു ഇന്ത്യക്കാരന് ഏറ്റവും വലിയ ആവറേജ് സ്കോർ 54 റൺസ്. സച്ചിന് പോലും കീഴടക്കാനാകാത്ത ഉയരം. ടെസ്റ്റിൽ തന്നെയാണ് കാംബ്ലി 23-ാം വയസ്സിൽ ബാറ്റ് വീശി ഇറങ്ങിയത്. ഒരു വെടിക്കെട്ട് പോലെ. ആദ്യത്തെ 2 ടെസ്റ്റിലും ഇരട്ട സെഞ്ചുറികൾ. തിരിഞ്ഞു നോക്കാത്ത മാതൃക കരിയറിൽ ലോകം കണ്ട മികച്ച ഒരുപാട് പ്രകടനങ്ങൾ. ഇന്ത്യ ഗ്രൗണ്ടിൽ അമാന്തിച്ചു നിന്ന നിർണായക നിമിഷങ്ങളിൽ കാംബ്ലി അടിച്ചുകൂട്ടിയ റൺസിന്റെ കൂമ്പാരങ്ങളിൽ കളിക്കളത്തിൽ ഇന്ത്യക്കാരന്റെ മാനം കാത്തു പലപ്പോഴും. ടെസ്റ്റ് കളിച്ചത് 993 മുതൽ 95 വരെ മാത്രം. മൊത്തം 3 വർഷത്തിൽ താഴെ. പക്ഷെ അടിച്ചുകൂട്ടിയത് 1000-ലേറെ റണ്ണുകൾ. വൺഡേയിലും കുതിച്ചു വെമ്പി റൺ തേരോട്ടങ്ങൾ. 10 വർഷത്തോളം ഇന്ത്യക്കായി. കളിയിലും പരിസരത്തിലും കോടികൾ കൊയ്തു പെട്ടെന്ന്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കഷ്ടതകളിലൂടെ കയറി വന്ന കാംബ്ലി പക്ഷേ പിടിച്ചു കയറിയ വിവരങ്ങളെല്ലാം കയ്യിൽ നിന്ന് ഊർന്നുപോയി. ജീവിതവും സമ്പത്തും തലകുത്തനെ മറിഞ്ഞു. ദാമ്പത്യവും അടിക്കടി കീഴെ വീണു. ആദ്യം ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ നോയലെ ലൂയിസിനെ കെട്ടി. അത് പെട്ടെന്ന് തല്ലിപ്പിരിഞ്ഞു. മദ്യപാനവും വീട്ടിലെ അക്രമവും കാംബ്ലിയെ മറ്റൊരാളാക്കി മാറ്റി. ഭാര്യയെ തല്ലിയതിന് പരാതിയിന്മേൽ പോലീസ് തൂക്കി അകത്തിട്ടു. ആകെ നാണക്കേടായി ഒരുപാട് പേരുടെ ആരാധനാപാത്രത്തിന്. ആദ്യ ഭാര്യ കൈവിട്ടതിന് ശേഷം കാംബ്ലി പിന്നീടും കെട്ടി. ഇത്തവണ ഫാഷൻ മോഡലായ ആൻഡ്രിയ ഹാബിറ്റിനെ. ഒരു മകനുണ്ട്, ജീസസ് ക്രിസ്ത്യാനിയോ. പതറുന്ന സ്വരത്തിലും ശൗര്യം വിടാതെ കാംബ്ലി പറഞ്ഞു വയ്ക്കുന്നു, വീരജീവിതങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാനാവില്ല, അതും വിധിയുടെ വീഴ്ചകൾക്ക്. ഒരു കാലത്ത് വലിയ ആരാധക കൂട്ടം വളഞ്ഞു നിർത്തിയ തൻ്റെ ജീവിതത്തിൽ ഇന്ന് കുടുംബം മാത്രമാണ് ബാക്കിവയ്പ്. കയ്യിൽ പണമില്ല, സഹായിക്കാൻ ആൾക്കാരുമില്ല, വെറും ശൂന്യത മാത്രം ചുറ്റും. ഇടയ്ക്ക് ലോകം ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തേ സച്ചിൻ തൻ്റെ പ്രിയ സുഹൃത്ത് കാംബ്ലിയെ കഷ്ടപ്പാടിൽ നിന്നും കൈവിട്ടുവെന്ന്. കൂടിക്കാഴ്ചകൾ സച്ചിൻ വലിയ സ്നേഹവും ചൊരിയുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ആർക്കും പിടിച്ചു കയറ്റാനാവാത്ത വിധം കയത്തിൽപ്പെട്ടതുപോലെ കാംബ്ലിയുടെ ജീവിതത്തിൻ്റെ താഴ്ച. സഞ്ജയ് ദത്തിനും സുനിൽ ഷെട്ടിക്കും അജയ് ജദേജയ്ക്കും ഒപ്പം 3 പടങ്ങളിൽ മുഖം കാണിച്ച കാംബ്ലി ബിഗ് ബോസ് ഉൾപ്പെടെ ടെലിവിഷൻ കാഴ്ചകളിലും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ കടന്നുപോയ ജീവിതത്തിന്റെ ചമയങ്ങളൊന്നും മുഖരാവിൽ ഒട്ടി നിൽക്കാതെ ശോഷിച്ച മനസ്സിനെ താങ്ങി വീഴാതെ നിൽക്കാൻ കാംബ്ലി പരാജയപ്പെട്ടു കഴിഞ്ഞു. താളം തെറ്റിയ മനസ്സിന്റെ തളർച്ച മറന്ന് സ്വപ്നങ്ങളുടെ ഈരടികൾ പതിയെ പാടുകയാണ് കാംബ്ലി എന്ന്. കണ്ടു നിമിർത്താടാൻ നിറ ഗാലറികളൊന്നും ഇല്ലെന്നറിഞ്ഞിട്ടും